കണ്ണൂരിലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണെന്ന് നിങ്ങൾക്കറിയാം. 72 വർഷമായി കണ്ണൂരിലെ എല്ലാ വികസനത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടന നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ്. ബിസിനസ്സിൻ്റെ കൂടെ നമ്മളെ കണ്ണൂർക്കാർക്ക് ഹെൽത്തും അനിവാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് കൊടുക്കുന്ന കണ്ണൂർ ബീച്ച് റൺ, കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ആവശ്യത്തോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് കായികക്ഷമതയുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ കൂടുതൽ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ബീച്ച് റണ്ണിനെ പറ്റി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് 8 വർഷങ്ങൾക്ക് മുമ്പേ ആലോചിക്കുകയും അതന്ന് തുടങ്ങി എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ ബീച്ച് റൺ വളരെ ആവേശത്തോടു കൂടി കണ്ണൂർ ജനത ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. കൂടാതെ കണ്ണൂർ വിമാനത്താവളം വഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഉത്തര മലബാറിലെ ടൂറിസം വികസനത്തിനും സാധ്യത വളർത്തിക്കൊണ്ട് വരുന്ന ഇത്തരം സംരംഭങ്ങൾ ബീച്ച് റണ്ണ് പോലുള്ള പ്രോഗ്രാമുകൾ ഏറെ പ്രയോജനമാകും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മളെ അട്രാക്ഷൻ ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനുമായ പ്രീജ ശ്രീധർ ആണ് ഈ വർഷത്തെ കണ്ണൂർ ബീച്ച് റണ്ണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം റഹ്മാൻ ഫിലിം സ്റ്റാർ ആയിരുന്നു, അതിന് മുമ്പേ അച്ചു ബേബി ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉള്ള ബീച്ച് റണ്ണിന് അംബാസിഡറായി വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ കണ്ണൂർ ബീച്ച് റണ്ണ് ആവേശം പകരുന്നതിന് ആരോഗ്യ സംരക്ഷണ മഹത്തായ സന്ദേശം ജനങ്ങൾ എത്തിക്കുക എന്ന ഒരു പ്രഖ്യാപനം കൂടി നമ്മളുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സമീർ സച്ദേവ് സുംബ മാജിക് ഗ്രൂപ്പ് ഡൽഹി നയിക്കുന്ന സൂംബ ഡാൻസ് കാലത്ത് 5:15 തന്നെ തുടക്കം കുറിക്കും. പയ്യാമ്പലത്ത് വെച്ചിട്ടാണ് DTPC പാർക്കിൽ വെച്ചാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ തുടക്കം കുറിക്കുന്നത്. അവിടെ പയ്യാമ്പലത്താണ് നമ്മൾ വെന്യൂ, ബീച്ച് റണ്ണിൻ്റെ വെന്യൂ പയ്യാമ്പലത്താണ്. കഴിഞ്ഞ വർഷം ഏകദേശം 1500-2000 ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം അതിലും കൂടുതൽ ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ട് വരുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് കൊറോണ സമയത്ത് നമുക്ക് പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. ആ കാലഘട്ടം ഞങ്ങൾ നടത്തിയിരുന്നു. കൊറോണയ്ക്ക് കഴിഞ്ഞ് ഏകദേശം സമാധാനപരമായ കാര്യത്തിൻ്റെ സമയത്താണ് നമ്മൾ നടത്തിയിരുന്നത്. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഉള്ള കൊല്ലങ്ങളിൽ ഒരുപാട് കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് ഹെൽത്തിനെ പറ്റി അവയർനെസ് കിട്ടുകയും ഒരുപാട് പേര് ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും കൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ടൂറിസത്തിന് ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു കാര്യമാണ്. ബിക്കോസ് ഇതൊക്കെ ടൂറിസത്തിന് ഒരു അട്രാക്ഷൻ കൂടിയാണ്. ഈ സമയത്തൊക്കെ വരുന്ന ഇവിടെ കണ്ണൂരിൽ വരുന്ന ടൂറിസ്റ്റുകളായ ആൾക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ നമ്മളെ ഈ ബീച്ചിലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് വിശദമായി ഇവിടെ അവതരിപ്പിക്കാം. We started last year. 3 distances we are having. In the 3 distances, there are various categories. 21 kilometers only open category ആണ്. അതിൽ വെറ്ററൻസ് ഓഫ് ചേംബറിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒന്നുമില്ല, only open category. Under 10 kilometers there are 3. One is open category, one veterans category above 40 years, and there is a third category for chamber members and family. ഞങ്ങൾ ചേംബറിൻ്റെ മെമ്പേഴ്സും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്. സെയിം വേ 3 kilometers ഓൾസോ ദർ ഇസ് എ 3 kilometers ഓപ്പൺ ആൻഡ് 3 kilometers മെമ്പേഴ്സ് ആൻഡ് ഫാമിലി കാറ്റഗറി. 3 കാറ്റഗറിയാണ്. ഐ വിൽ ജസ്റ്റ് ടെൽ ദ പ്രൈസ് മണി. ഫോർ 21 kilometers ഫസ്റ്റ് പ്രൈസ് 1,30,000 rupees. I think it is the highest in Kerala. I think the second highest is Cochin. I think it's 120 or 125. 125. Second സമ്മാനം 85,000. മൂന്നാം സമ്മാനം 40,000. 10 kilometers open quantity 30,000, 15,000 and 6,000. Veterans for 10 kilometers is 20,000, 10,000 and 4,000. പിന്നെ ഹെൽത്ത് റണ്ണിൻ്റെ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയാണ്. അത് 5,000, 2,500 and 1,000 rupees. ഈ കണ്ണൂർ ബീച്ച് റൺ എല്ലാ മേജർ സിറ്റീസിനും ഒരു റൺ ഉണ്ടാവും.
കൊച്ചി, മാംഗ്ലൂർ, ബാംഗ്ലൂർ. അപ്പോൾ ഇത് കണ്ണൂരിൽ ഇങ്ങനെ ഒരു റണ്ണ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചേംബർ ഓഫ് കോമേഴ്സ് 8 കൊല്ലം മുന്നേ ഈ ആശയമാറ്റി VP ഷംഷീർ, അതായത് നമ്മൾ VPSൻ്റെ ഷംഷീറിനോട് പോയി സമീപിക്കുകയും അദ്ദേഹം ഈ മാരത്തോൺ റണ്ണറാണ്, അദ്ദേഹം വേൾഡ് വൈഡിലെല്ലാം പോയിട്ട് ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം അത് കേട്ട സമയം തന്നെ നമ്മളോട് കണ്ണൂരിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ടിന് റെഡിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് അത്. ഇന്ന് പിന്നെ ഏറ്റവും നല്ല നിലയിൽ ഒരു വലിയ ലെവലിലേക്ക് 8 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമാണ് ഏത് ഇതിലും ഒരു മാരത്തോൺ എന്ന് പറയുന്നത് ഫുൾ മാരത്തോൺ വരുമ്പോഴാണ് IAF ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിലും മറ്റൊക്കെ രജിസ്ട്രേഷനൊക്കെ വരിക. അതിൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ വേൾഡിലുള്ള ഏത് മാരത്തോൺ ഓടിയ ഇതെല്ലാം ഡിസ്റ്റൻസൊക്കെ നമുക്ക് അതിൽ സർട്ടിഫൈഡ് ആവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 21 ഹാഫ് കിലോമീറ്റർ തുടങ്ങി, ഇത്തവണ അത് സീരിയസ് റണ്ണിലേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് മണി ഇപ്പോൾ കൊടുക്കുന്നത് കണ്ണൂർ ബീച്ച് റണ്ണാണ്. അപ്പോൾ ഇതും ഇന്ത്യൻ മാരത്തോൺ ഇത് ലിസ്റ്റിൽ നമ്മളുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ ഉയർന്ന നിലവാരമാണ്. അതിൽ ചിപ്പ് വെച്ചിട്ടും എങ്ങനെയാണ് മുംബൈ മാരത്തോണും മറ്റുള്ള മാരത്തോൺ നടക്കുന്ന അതേ സെയിം ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ആദ്യം മുതൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ മുഴുവൻ സപ്പോർട്ടും ഇതിൽ പ്രത്യേകം നമ്മൾ കണ്ണൂരിൻ്റെ ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഇതായിട്ട് ചെയ്യാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയുള്ള സ്പോർട്സ് ഹോസ്റ്റലിലുള്ള കുട്ടികളെ പേഴ്സണലായിട്ട് പോയിട്ട് കണ്ടിട്ട് അവർക്ക് സാമ്പത്തികമായി പിന്നോക്കമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് മുഴുവനായിട്ടും ഫ്രീ കൊടുക്കുക ചെയ്തത്. മുഴുവൻ 100ഓളം ഇത് നമ്മൾ അങ്ങനെ ഫ്രീ കൊടുത്തു. അവരോട് ഇതിൽ മത്സരിക്കാൻ പറഞ്ഞു. അവർ മത്സരിച്ച 3 കിലോമീറ്റർ പ്രൈസ് മണിയൊക്കെ നമുക്ക് അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള പ്രിൻസിപ്പൾ. അപ്പോൾ നമ്മൾ അത്രയും ആ ഒരു മൊത്തം ഡെവലപ്മെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് നോക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ലാണ്ട് കണ്ണൂരിൻ്റെ മാരത്തോൺ ഹബ്ബാക്കുക എന്നുള്ള ഒരു വളരെ ഉദ്ദേശം അത് ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഷംഷീർ പേഴ്സണലായിട്ട് ഈ മീറ്റിന് വരുന്നുമുണ്ട്. അദ്ദേഹം എടുക്കുന്ന ഒരു അപാരമായ ഇൻട്രസ്റ്റാണ് ഇതിൽ പേഴ്സണലായിട്ട് എടുക്കുന്നത്. This time, like a couple of months ago, he contacted me directly and his vision to take Kannur Beach Run to the next level. So when we say about taking Kannur Beach Run to the next level is to bring that international touch to it. And I think the scoop that I was planning to tell it to you guys, I think if I'm not wrong that Mr. Rafiq, he said it already. So the plan for the next year to make Kannur Beach Run recognized by the World Athletics Federation. So with the great support of the Chamber of Commerce, and I count as well on the support of the Athletic Federation of India to make this run recognized worldwide, and it will attract more and more people. So this time we was trying last minute to register the timing in the profiles of the runners in the World Athletics Federation, but I cannot promise you that it will be happen 100%, but for the next year it will be even bigger and bigger. So this time, with the support of Chamber of Commerce and in person Dr. Shamshir, first of all we like increased the prices, and this will be a bit closer to the standard, not really close because there is some well-known races that the prices is so high, that's why it's attracting more international and professional people. So but this what we are planning to do is going step by step to make it bigger and bigger and bigger. So this time there is 6 runners coming from Ethiopia, 3 male, 3 female. Their timing it's a bit closer to the world record. So I don't know if you are aware that the world record was broken again like a week ago. So it was 57 minutes. So one guy from Uganda, he did some great achievement because this is what he's doing to finish 21 kilometers point in around 56 minutes. Like not anyone can do it technically, because I'm a runner as well. This is really challenging, and the guy, he did it, and I'm pretty sure it will stay for a long time to get someone else to break it.